ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞിനാളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കണം എന്തിനാണെന്നറിയോ? ബീച്ചിൽ പോവാം, തുമ്പ ബീച്ചിൽ പോവാൻ. നല്ല രസമാണല്ലോ ബീച്ചിൽ പോകാൻ വേണ്ടി. പക്ഷേ അത്യാവശ്യം കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും പോണ ദിവസം ആകുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് കഴിക്കാനുള്ള സ്നാക്സും ഉപ്പിലിട്ട നെല്ലിക്കയായിട്ട് പോകുമായിരുന്നു. പക്ഷെ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 5 മണിയൊക്കെ ആവും. പിന്നെ ഒരു 10-15 മിനിറ്റ് നിൽക്കുമ്പം തിരിച്ച് വാ പോവാം എന്ന് പറയും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ച് അപ്പോഴേ നടന്നാലേ ഞങ്ങൾക്ക് വീട് ഇരുട്ടണതിന് മുന്നേ എത്തുള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര വിഷമമായിരിക്കും. കാരണം 10 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ, കാല് പോലും നനയ്ക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി അതേ തുമ്പ ബീച്ചിലോട്ട് പോകും. ഇപ്പം പിന്നെ എല്ലാവരുടെ കയ്യിലും വണ്ടി ഉള്ളതുകൊണ്ട് പണ്ട് 1 മണിക്കൂർ എടുത്ത് നടന്നെത്തിയ സ്ഥലത്ത് 10 മിനിറ്റ് പോലും വേണ്ടല്ലോ എത്താൻ വേണ്ടി. എന്നാലും ബീച്ചിലോട്ടൊക്കെ വരുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. മുന്നേ വരുന്ന ഒരു സുഖം ഇപ്പം വരുന്നതിലില്ലാത്തതാണോ, അതോ വളർന്നുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ആസ്വാദന ശേഷി പോയതാണോ, വെള്ളത്തിലിറങ്ങാനുള്ളൊരു ആഗ്രഹമൊക്കെ പോയതുകൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുത്തിനുണ്ടില്ലേ ബോളെടുത്ത് കടലിലെറിഞ്ഞു, അത് ഇപ്പം തിരയടിച്ച് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ അടപടലം 3G ആയിപ്പോയി, കാരണം കിട്ടിയില്ല. അത് അതിൻ്റെ പാട്ടിൽ വേറെ വഴിക്ക് പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല സൺസെറ്റായിരുന്നു. അപ്പോൾ പിന്നെ സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ തിര ഇങ്ങനെ അടിക്കുമ്പോഴും മനസ്സിൽ എന്തൊക്കെയോ ഇരുണ്ടുകൂടി കിടക്കുന്ന വിഷമങ്ങൾ അങ്ങനെ പോകുന്ന കണക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി നല്ല കര ഇങ്ങോട്ട് കയറി കേട്ടോ. കാരണം നല്ല മഴ സമയമായിരുന്നല്ലോ. പണ്ട് ഈ അവസാനം തിര അടിക്കുന്നിടത്തൊക്കെ നമുക്ക് ചെന്ന് നടന്ന് നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഇത്തവണ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങറ്റം വന്നു തിര. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ടെൻഡർ കോക്കനട്ട് ആട്ടോ പറഞ്ഞത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടെൻഡർ കോക്കനട്ട്, പിന്നെ സ്ട്രോബെറി, പിസ്ത അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനെ കിട്ടിയത് പോരാഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിൽ നിന്നും കൂടി വാങ്ങിക്കൊടുക്കുക. ഇത് കണ്ടില്ലേ, പണ്ടത്തെ ഓർമ്മകൾ. കടലമ്മ കള്ളിന്ന് എഴുതി വെക്കുക കേട്ടോ കേശക്കുട്ടൻ. എന്നിട്ട് ഓടി വരും അത് കടലെടുക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ കുട്ടിത്തൊക്കെയാണെന്ന് തോന്നുന്നു മിസ്സായിപ്പോയത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഓരോന്നിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പഴയ ബാല്യത്തിലോട്ടൊരു ഓട്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പം അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന അമ്മമ്മകളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മൊത്തത്തിലൊരു വൈബായി. കുടുംബം മൊത്തം ബീച്ചിലോട്ട് ചേക്കേറിയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ചായയും വാഴയ്ക്കപ്പം വേണമെന്ന് പറഞ്ഞ് നല്ല അടിപൊളി വാഴയ്ക്കപ്പമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി. പമ്പിൽ നിന്ന് കയറി പെട്രോളും അടിച്ചിട്ട് നേരെ കൂടണയാനുള്ള സമയം. ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.